പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ആര് വന്നു? കോൺസ്റ്റാന്റിൻ ചക്രവർത്തി. അയാൾ ഈ മതം ഒന്ന് അയാൾക്ക് മനസ്സിലായി, ഇവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. കാരണം അയാളുടെ രാജ്യം മുഴുവനും എന്തിനെ ഇഷ്ടപ്പെട്ടു? ക്രിസ്ത്യാനികളെ കൊണ്ടങ്ങ് നിറയുക. അപ്പോഴത്തേക്ക് മനസ്സിലായി, ഇത് ഭരിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ക്രിസ്ത്യാനികൾ വേണം. അതുകൊണ്ട് ഇയാൾ ആ മതം ഒന്ന് അതിനയാൾ കുറെ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ ഒരു കുരിശി യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധം നടന്നു. അയാൾ ആകാശത്തിലൊരു കുരിശ് കണ്ടു, അതുകൊണ്ട് ആ യുദ്ധം ജയിച്ചു. അങ്ങനെയാണ് ഞാൻ മതം സ്വീകരിച്ചെന്നൊക്കെയാണ് ആര് പറയുന്നത്? കോൺസ്റ്റാന്റിൻ. അതൊക്കെ പോട്ടെ, അത് നമ്മൾ നോക്കണ്ട. ഇപ്പം ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരത്തില്ല. അതൊക്കെ ഒരു വല്ലാത്ത കഥകളാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഇത് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ വിഷയമുള്ളൂ, എതിർ ക്രിസ്തു ആരാണെന്ന് പറയാനല്ല. കാരണം എതിർ ക്രിസ്തുവിനെ പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി. ഇന്ന് വരെ ചിലർ പറഞ്ഞ് ഗോർബച്ചേവ് വന്നു. ഞാനങ്ങനെ 4 കൊല്ലം എൻ്റെ സമയം മുഴുവൻ വന്നു ഗൾഫിൽ. ഈ ഇവിടെ ഉള്ള ഒരാൾ വിളിച്ച് പറഞ്ഞു, റഷ്യയിലെ അന്ന് പ്രധാനമായ തലയിലൊരു പാടുണ്ട്. ഈ പ്രസിഡന്റ് പുള്ളിയാണ് ഒരു ബന്ധക്കോസ് ക്ലാസ് വന്ന് പഠിപ്പിച്ച് ഞാനൊരു ആണി വീടൊക്കെ തുറന്നു കൊടുത്തു, ഇരുന്ന് പഠിക്കുക. ഗോർബച്ചേവായിരിക്കും അന്തിക്രിസ്തു. 4 കൊല്ലം ഇതിനൊന്നും പുറകെ പോയേക്കാൻ കേട്ടോ. അന്തിക്രിസ്തുവിന്റെ ആരാണെന്നല്ല നമുക്ക് അറിയേണ്ടത്, യേശു ആരാണെന്ന് അറിയേണ്ടത്. ഈ പുസ്തകം എന്തിനുള്ളതെന്നറിയോ? ഇവര് മാറി മാറിക്കൊണ്ടിരിക്കും അഭിപ്രായം. ആരുടെ ഏതാ അത് വന്നിട്ടൊക്കെ വിൽക്കുള്ളൂ. നമ്മൾ അത് ഓർത്ത് എന്ത് ചെയ്യല്ല. അതല്ല നമ്മുടെ പ്രധാന വിഷയം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞ എന്തുവാ? അന്തിക്രിസ്തുവിന്റെ വെളിപ്പാട് പഠിച്ച് ഞാനങ്ങ് തോറ്റുപോയി. 4 കൊല്ലം പലരും വന്ന് പല അഭിപ്രായം. നമ്മുടെ ജീവിതകാലം തീരും കേട്ടോ. ആരുടെ പുറകെ പോകരുത്. അന്തിക്രിസ്തു വന്നോളൂ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ആരാണ്ട് പറഞ്ഞു ഒബാമയാണ്. നമുക്ക് ഒബാമയുടെ പുറകെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒബാമയെ പറ്റി പഠിത്തവ. പിന്നെ ഇവിടുത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. ആ കളർ ലാബിന്റെ മുകളിലൊക്കെ മാമൻ ഉപദേശി അയാളും കുറേ ഇത് പറയുന്ന ആളാണ്. ഏതാ? ജോബ് തോമസ് മാമൻ ഒക്കെ നല്ല കാര്യമാണ്, കേട്ടോണ്ടിരിക്കാൻ സുഖമാണ്. പക്ഷെ ഇവർ പറയുന്ന ഒന്നും നടന്നിട്ടില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒന്നും പാസ്റ്റർമാരുടെ പുറകെ ആരെ അന്തിക്രിസ്തു എന്ന് പഠിക്കാൻ പോയാൽ നമ്മുടെ സമയം വെറുതെ കളയാം, ഉടക്കി അവസാനിക്കത്തേ ഉള്ളൂ. പോകരുത്. നമുക്ക് വേണ്ടത് ഞാൻ പഠിപ്പിക്കുന്നത് ഹോളി ട്രിനിറ്റി ചർച്ചിൽ പറഞ്ഞത് എൻ്റെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടായി. യേശു അൽഫയും ഒമേഗയും. എല്ലായിടത്തും കോപ സ്ഥലത്ത് പോലും നമ്മൾ ആരെ കണ്ടു? കുഞ്ഞാടിന്റെ കോപം കണ്ടോ? എതിർ ക്രിസ്തുവിന്റെ കോപം എന്നല്ല പറഞ്ഞു. പിന്നെ ആരുടെ പോട്ടെ, നമ്മൾ വിചാരിക്കുക എതിർ ക്രിസ്തുവിന്റെ കോപമാണെങ്കിൽ നമുക്ക് അങ്ങനല്ല പറഞ്ഞു. ഈ 7 കൊല്ലവും നടക്കുന്ന കോപം ആരുടേതാണ്? അപ്പൊ ഇവിടെ മുഴുവനും യേശുവിനെ പറ്റി പറഞ്ഞ് ഇതിന്റെ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ ആരെയാ കണ്ടത്? വയോധ്യനായ ഒരുവനെ കണ്ടു. എല്ലാം കണ്ടില്ലേ? അവസാനം ഈ ദാനിയേൽ പ്രവചനം നിങ്ങൾ 2 വായിച്ചു, 7 വായിച്ചു, 8 വായിച്ചു. അവസാനം ആരെയും അവിടെ കാണുന്നു? ഒരുവന്റെ രാജ്യത്വം, നിത്യരാജ്യത്വം. ആ ആളിനെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ആരുടെയാ? യേശു ക്രിസ്തു. ദർശനത്തിൽ പഴയ നിയമത്തിൽ എല്ലാ ദർശനങ്ങളും 2-ാമത്തെ അധ്യായവും 7-ാം അധ്യായവും 2-ാം അധ്യായം 7-ാം അധ്യായം അതുപോലെ 8-ാം അധ്യായം 9-ാം അധ്യായം ഇതെല്ലാം പഠിക്കുമ്പോൾ അതിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഒരുവന്റെ രാജ്യത്വം വരുന്നു. ഇവരുടെ എല്ലാം മേളിൽ ഒരുവനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ആയാലും ഉൽപ്പത്തിയിലായാലും ദർശനങ്ങളിലായാലും ഈ ജീവിതങ്ങളിലും ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുന്നത്. ഇവിടെ വരുമ്പോഴും പഠിക്കുന്ന ഒരാളുണ്ട്, ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാളുണ്ട്, ആരാധന സ്വീകരിക്കാൻ നമ്മുടെ ദൈവമക്കൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു യേശുവുണ്ട്. ഇവിടെ വരുമ്പോൾ ഇനി വരുന്നതും അവസാനം ന്യായം വിധിക്കുന്നതും. അപ്പൊ ഈ പുസ്തകം മുഴുവനും ആരെക്കുറിച്ചാണ് പറയുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിവിടെ ഡാൻസ് ചെയ്ത് ഇവിടെ ആരാധിക്കുന്ന പിള്ളേരില്ലേ, ചെറുപ്പക്കാർ പിള്ളേർ വന്നിച്ച് ഇത് കേട്ടാൽ അവർക്ക് ഒന്നുകൂടെ യേശുവോട് സ്നേഹം തോന്നുമോ ഇല്ലയോ? അവരൊന്നുകൂടെ ബലപ്പെടും, ശക്തിപ്പെടും. അവരുടെ ആരാധനയുടെ രീതി മാറും.
ഭയങ്കര. ഒന്നുകൂടെ വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ ഞങ്ങളുടെ കർത്താവിനെ കാണിക്കും. അല്ലേ ലിയ? മറ്റവരുടെ പുറകെ പോകത്തില്ല. മറ്റവരുടെ പുറകെ പോയവരെല്ലാം പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി. അതുകൊണ്ട് കാരണം അത് മാറി മറിഞ്ഞ് കിടക്കും. അതിൻ്റെ ഒരു ദർശനം പോലെ ഉള്ളു. അത് നമ്മൾ മനസ്സിലാക്കി പോവുക. ഞാൻ പറഞ്ഞല്ലോ, ആ എതിർ ക്രിസ്തുവിൻ്റെ കാലം വരുന്നു. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബാർകോഡ് 666 നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എല്ലാ സാധനത്തിൻ്റെ മേലും 660. അപ്പോൾ ഇതൊരു എതിർ ക്രിസ്തുവിൻ്റെ കാലമാണ് ഈ വരുന്നത്. ഇനി ഏകലോക ഭരണം വരും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട് എന്താണ് ലോകത്തിൽ ഇനിയും സംഭവം. അല്ല, നമ്മളൊരു പൊട്ടന്മാരെ പോലെ ഇരിക്കത്തില്ല. ചിപ്പ് വരുന്നു, കയ്യേമേലോ നെറ്റിമേലോ അത് കുത്തേണ്ടി വരും. അപ്പം അതിനു മുമ്പേ നമ്മുടെ കർത്താവ് വന്ന് നമ്മുടെ സഭയെ എടുത്തുകൊണ്ട് പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. സഭയോട് പറയുക, നിങ്ങൾ ഒരുക്കമുള്ളവരായിട്ടിരിക്കണം. ഇത് ഈ കാലഘട്ടത്തിനകത്തോട്ട് പോകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വരവ് ഒത്തിരി അടുത്തോ ഇല്ലയോ? ഇതെല്ലാം പറഞ്ഞത് പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതെല്ലാം നടന്നിരിക്കുക. അപ്പൊ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഈ ക്രിസ്തു മതം ആര് തെരഞ്ഞെടുത്തെന്നാ പറഞ്ഞത്? റോമയിലെ കോൺസ്റ്റാന്റിൻ ചക്രവർത്തി തെരഞ്ഞെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇയാള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളല്ലായിരുന്നു. എന്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ? വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മുഴുവൻ സ്നാനം എടുത്ത് ആത്മാവിൽ ആരാധിക്കുന്ന ആളല്ലായിരുന്നു. അയാൾ എന്നാ എടുത്തു? ഇയാൾ എന്നാ എടുത്തു? ഇയാൾ യേശുവിൻ്റെയിലോട്ട് വന്നപ്പം അയാളുടെ കീഴിലുള്ള മന്ത്രവാദികളെല്ലാം പറഞ്ഞു, ഞങ്ങളും ഈ മതം സ്വീകരിക്കുന്നത്. പിടികിട്ടിയോ? രാജാവ് പറഞ്ഞു, കുഞ്ഞൻ നമ്പ്യാരുടെ കാര്യം ഇന്ന് രാവിലെ ഇവള് പറഞ്ഞു. അവള് പറയുക, കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ എന്തുവാ? പായസത്തിന് കയ്പാന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനല്ലേ രാജാവ് പറഞ്ഞത്? അപ്പൊ എല്ലാവരും പ്രജകളെല്ലാം എന്ത് പറഞ്ഞു? പായസം കയ്പാന്നല്ലേ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഈ പുള്ളി മതം സ്വീകരിച്ചപ്പോൾ യൂറോപ്പ് മുഴുവനും ഈ മതം സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരല്ലായിരുന്നു. അവരെല്ലാവരും പോയി എന്ത് ചെയ്തു? മതം ഒന്ന് സ്വീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അങ്ങനെ വന്നപ്പം അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളും അവർ പേര് മാറ്റി. അവരുടെ പേര് നിമ്രോദ് എന്ന് പറഞ്ഞ ആളാണ് ഇത് പണിതത്. അവരുടെ ദൈവമാണ് നിമ്രോദ്. അപ്പൊ നിമ്രോദ് ആരാധിച്ചുകൊണ്ടിരുന്നതാണ് സൂര്യഭഗവാനെ. അവരാരാധിച്ചുകൊണ്ടിരുന്നത് ബാലിനെയും സൂര്യഭഗവാനെയും ഒക്കെ ആരാധിച്ച ആൾക്കാരായിരുന്നു. അപ്പൊ ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളിയുടെ അമ്മ ഉണ്ട്. ആ അമ്മയും മോനും അമ്മയും മോനും അതാണ് നമ്മൾ കാണുന്നത്. ഭാര്യയും കൊച്ചും, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചും. അതിനെ ഇവരെന്ത് ചെയ്യുന്നു? മാതാവും ആ ഫോട്ടോ എടുത്തിട്ട് ഉണ്ണീശോയും ആക്കി കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇവരെന്ത് ചെയ്തു? എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ദൈവത്തിൻ്റെ ഉണ്ടോ അത് യേശുവിൻ്റെതാക്കി അങ്ങ് മാറ്റിയിട്ട് ആ വിഗ്രഹങ്ങൾ തന്നെ ഇവർ തൊഴാൻ തുടങ്ങി. കത്തോലിക്കർ എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെ തൊഴാൻ തുടങ്ങി. മാതാവിനെയും അങ്ങനെ യേശുവിനെയും. ഇതെല്ലാം നിമ്രോദിൻ്റെതായിട്ടുള്ള ആ ഭാര്യയും കൊച്ചും ഒക്കെ ആയിട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് മുമ്പോട്ട് അവരുടെ അനാചാരങ്ങൾ കൊണ്ട് അങ്ങ് പതുക്കെ അതിന് കാരണക്കാരൻ ഈ രാജാവ് ഇത് സ്വീകരിച്ചതാണ്. ഈ മതം സ്വീകരിച്ചതോടുകൂടി രക്ഷിക്കപ്പെടലും സ്നാനപ്പെടലും എല്ലാം കഴിഞ്ഞു. പിന്നെ അവിടുത്തെ പൂജാരിമാർക്കെല്ലാം എന്ത് കൊടുത്തു? അവർക്കെല്ലാം അധികാരം കൊടുത്തു. അവരെല്ലാവരും ബിഷപ്പുമാര്, പോപ്പുമാര്, അച്ഛന്മാരല്ലേ, അവർക്കെല്ലാം അധികാരമായി. അങ്ങനെയാണ് ഈ അച്ഛന്മാരും ഒക്കെ ഉണ്ടായത് അവിടെ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പിന്നെ ലോകം മുഴുവനും ബാബിലോണിയ രീതിയിലുള്ള ക്രിസ്തീയ ആരാധനയായിരുന്നു. ബാബിലോണിയ രീതിയിലുള്ള ക്രിസ്തീയ ആരാധന. അപ്പൊ അയാളുടെ കാലത്ത് പുള്ളി എന്ത് ചെയ്തെന്നറിയോ? പുള്ളി ഈ ലോകത്തെ രണ്ടായിട്ടങ്ങ് തിരിച്ചു. പാശ്ചാത്യരെന്നും പൗരസ്ത്യരെന്നും പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ആരുടെ കാലത്തായിരുന്നു? കോൺസ്റ്റാന്റിൻ്റെ. പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ. അവരല്ല പൗരസ്ത്യര്, മറ്റവര് പാശ്ചാത്യര്. പടിഞ്ഞാറൻ മേഖലയും പിന്നെ
നമ്മുടെ കിഴക്കൻ മേഖലയിൽ അങ്ങനെ രണ്ടായിട്ട് തിരിച്ചു, രണ്ട് ഡിവിഷനായിട്ട് പുള്ളി തിരിച്ചേച്ച് മറ്റവർക്ക് സിറിയ, അതായത് ആ സ്ഥലത്തിന് പുള്ളി ഒരു വലിയൊരു നഗരം പണിതു. നമ്മുടെ ഇപ്പോഴത്തെ ഇറാഖല്ല, ഈ അർദോവിൻ്റെ സ്ഥലമുണ്ടല്ലോ, അർദോവിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തോ, അർദോവിൻ്റെ സ്ഥലത്തിൻ്റെ പേര് തുർക്കി. ആ തുർക്കിക്കകത്ത് പുള്ളി ഒരു വലിയ പട്ടണം പുള്ളിയുടെ പേരിൽ തന്നെ പണിതു. ആ പട്ടണത്തിൻ്റെ പേരാണ് കോൺസ്റ്റാന്റിനിപ്പോൾ എന്ന് പറയുന്നത്. ആ കോൺസ്റ്റാന്റിനിപ്പോൾ ആണ് നമ്മുടെ മോൻ അനുവൊക്കെ പോയത് കാണാനായിട്ട്. വലിയ പട്ടണം, അത് കാണാൻ മാത്രമുള്ള ഒരു സിറ്റിയാണ്. അവിടെയാണ് ഈ ആൾക്കാരൊക്കെ ടൂറിസ്റ്റായിട്ട് പോകുന്ന ഒരു വലിയ നഗരമാണ് തുർക്കിയിലെ കോൺസ്റ്റാന്റിനിപ്പോൾ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ പുള്ളിക്കാരൻ പണിത പുള്ളി ഇതിനെ രണ്ടായിട്ട് തിരിക്കുകയായിരുന്നു. ലോകത്തെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് പാശ്ചാത്യരെന്നും പൗരസ്ത്യരെന്നും. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനിപ്പോളിലുള്ള ആൾക്കാർ അവർ ആ സിറിയൻ രീതിയിലുള്ള അവിടുത്തെ രീതിയിലുള്ള വസ്ത്രധാരണയൊക്കെ ധരിക്കും. അത് നമ്മളെ ഒരു ദിവസം പറഞ്ഞില്ലേ, കറുത്തമൊക്കെ ധരിക്കുന്നത്. അവർ അവിടുത്തെ രീതിയിലുള്ള ബിഷപ്പ്മാരൊക്കെ തന്നെ, പക്ഷെ അവർ ഈ കറുത്തമൊക്കെ ധരിക്കും. പിന്നെ പൗരസ്ത്യര് നേരെ ബാബിലോണിയ രീതിയിൽ ചെയ്യും. ആ ബാബിലോണിയ ബിഷപ്പുമാരും പുരോഹിതന്മാരുടെയും വസ്ത്രം തന്നെയാണ് റോമായിലെ ക്രിസ്ത്യാനികൾ ധരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇവർക്ക് ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ക്രിസ്തീയ മേഖലയിൽ ഉണ്ടായ മാറ്റമായി പറയുന്നത്. പാശ്ചാത്യരെന്നും പൗരസ്ത്യരെന്നും കൊണ്ടുവന്നത് ആരായിരുന്നു? കോൺസ്റ്റാന്റിൻ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ പേരിൽ പണിത പട്ടണമാണ് കോൺസ്റ്റാന്റിനിപ്പോൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് അറിവുകൾ നമുക്ക് വേണം. കാരണം അദ്ദേഹമാണ് ഇതിനെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ പിന്നീട് ഇത് അമ്മ ഭക്തിയായി പിന്നീട് വന്നതാണ്. ഈ കൊന്തയും മാതാവും മെഴുകുതിരിയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അങ്ങനെ പെരുന്നാളുകളും വിശുദ്ധന്മാരെ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വന്ന് കത്തോലിക്ക, യാക്കോബ, മാർത്തോമ സഭകൾ മുഴുവനും ഒരുപാട്. എന്നിട്ട് ഈ കത്തോലിക്കര് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് കത്തോലിക്കരും യാക്കോബക്കാരും രണ്ടുപേരും കോൺസ്റ്റാന്റിന്റെ കാലത്ത് തന്നെ ഉണ്ടായതാണ്, പാശ്ചാത്യരും പൗരസ്ത്യരും. എന്നാൽ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവർ ഒത്തിരി വിഗ്രഹാരാധികളാണ്, അത് വേണ്ടാന്ന് പറഞ്ഞാണ് ഈ മാർത്തോമ സഭ ഉണ്ടായത്. അതിനകത്തൊരു സുവിശേഷത്തിന് വേണ്ടിയാണ് ആര് വന്നത്? മാർത്തോമ. പക്ഷെ ലോഹയൊന്നും അവരെന്ത് ചെയ്തില്ല, ഉപേക്ഷിച്ചില്ല. കുറേ എല്ലാവരുടെയും ഉണ്ട് കയ്യിലിരിപ്പ്. ഇപ്പം നൊവേന എത്തിക്കുന്നുണ്ട് മാതാവിൻ്റെ. ആരാ? മാർത്തോമക്കാർ നൊവേന എത്തിക്കുന്നു. അവിടെ ഇപ്പം ആ രീതിയിലോട്ട് മാറും. അങ്ങനെ മാർത്തോമക്കാർ ശരിയല്ലെന്ന് പറഞ്ഞാണ് അതിനകത്തുനിന്ന് CSI ഉണ്ട്. അവർക്കും എന്തുണ്ട്? അവർക്കും ഉണ്ട്, ലോഹയുണ്ട്, എല്ലാ വിധത്തിലുള്ള പൗരോഹിത്യമുണ്ട്. പിന്നെ ഇങ്ങനെ ഈ അച്ഛൻ ഇങ്ങനെ കല്യാണമൊക്കെ കഴിപ്പിക്കുമ്പോൾ വാനത്തൂന്ന് വരുന്നെന്ന് പറഞ്ഞ് ഉള്ള അഭ്യാസങ്ങളൊക്കെ കാണും. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ നിന്നുകൊണ്ട് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മോളിൽ പട ഞാൻ ആദ്യം കാണുക. ഇവിടെ കോട്ടയത്ത് വെച്ച് ഞാൻ കണ്ടു ഒരു കല്യാണം കൂടാൻ. ഞാൻ ചോദിച്ചു, ഇവർക്കും ഈ അഭ്യാസം ഉണ്ടല്ലോ. അപ്പോൾ പൗരോഹിത്യവും ഇതെല്ലാം ആർക്കുണ്ട്? അവർ CSIക്ക് അവർക്ക് രക്ഷിക്കപ്പെടുക, ഒരു പൂർണ്ണ സ്നാനത്തിലേക്ക് വരും. ഇങ്ങനെ ഇരിക്കുന്ന കാലയളവിലാണ് വലിയ ഉണർവ് ഉണ്ടാകാൻ തുടങ്ങി. പതുക്കെ കാൽവിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഫ്രാൻസിൻ്റെ ഭാഗത്ത് പതുക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? വചനം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വചനം പഠിച്ച് ഒരു കണക്കിന് പറഞ്ഞ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇങ്ങനെ വചനത്തെ ഇത് സത്യമല്ലല്ലോ ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആദ്യം പോപ്പ് ഈ കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഒരാൾ ഇറങ്ങി വന്നതാണ് മാർട്ടിൻ ലൂഥർ. ഇറങ്ങി വന്നു പറഞ്ഞു, ഇതെല്ലാം തെറ്റാണ്, നമ്മൾ വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും എന്ന് പറഞ്ഞു. പുള്ളി വചനം പഠിപ്പിച്ചപ്പം ആദ്യമേ ഇറങ്ങി വന്ന പുള്ളിയാണ്. അപ്പം മാർട്ടിൻ ലൂഥർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ്. ആ കാലയളവിലോടുകൂടിയാണ് താൻ ഇറങ്ങി വരുന്നത്. 18-ല്ല, അതിന് സ്വല്പം മുമ്പായിരുന്നു. എത്ര 19-ലായിരുന്നു പുള്ളിക്കാരൻ മാർട്ടിൻ ലൂഥറിൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ വരവോടുകൂടി ഒരു ഉണർവ് തുടങ്ങിയതിന് ശേഷം മാർട്ടിൻ ലൂഥറിൻ്റെ വർഷം ഞാൻ അതിനകത്ത് നോക്കിയാൽ അറിയാം, കറക്റ്റ് കിട്ടും. എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ മുമ്പിലാണെന്നാണ് തോന്നുന്നത്. അതിനേക്കാൾ ഇച്ചിരൂടെ മുമ്പിൽ 19-ൽ വരുന്ന പെന്തക്കോസ്തിൻ്റെ ആരംഭമാണ് 19-ാം നൂറ്റാണ്ട്. ഇത് 18-ഉം അല്ല,
16-ാം നൂറ്റാണ്ടിന്റെ അടുത്ത 16 അതിന്റെ കറക്റ്റ് ഡേറ്റ് ഞാൻ അദ്ദേഹം ജീവിച്ചിരുന്ന സമയം. അപ്പൊ ഈ മാർട്ടിൻ ലൂഥർ ആണ് ആദ്യം, അതൊരു കത്തോലിക്ക അച്ഛനായിരുന്നു. അദ്ദേഹമാണ് അന്ന് പെന്തക്കോസ്തോ ഒന്നുമില്ല, അയാൾ ബ്രദറുകാരോ പെന്തക്കോസ്തുകാരൊന്നും ഇല്ലാത്ത കാലത്താണ് പള്ളിയിലെ അച്ഛന് തന്നെ തോന്നി ഞാൻ ഈ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അയാളാണ് ആദ്യം, ആ പുരോഹിതനാണ് ആദ്യം എന്ത് ചെയ്ത്. പക്ഷെ അയാൾ ജർമ്മൻ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തെ പിടിച്ച് വീട്ടുതടങ്ങളിലാക്കി അവിടെ കിടന്ന് ആദ്യമായിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ജർമ്മൻ ഭാഷയിൽ എന്തെടുത്തു, ഇതെഴുതി, ബൈബിൾ എഴുതി. കാരണം അന്നത്തെ കാലത്ത് ലാറ്റിൻ ഭാഷയിൽ മാത്രമേ ഉള്ളൂ ബൈബിളുള്ളൂ. ആദ്യം ഇത് എഴുതിയത് ഏത് ഭാഷയിലായിരുന്നു? എബ്രായ ഭാഷ, പഴയ നിയമം. അതിനുശേഷം പുതിയ നിയമം ഗ്രീക്ക് ഭാഷ. അതിനുശേഷം പിന്നെ എഴുതുന്ന ഭാഷയാണ് ലാറ്റിൻ ഭാഷ. പിന്നെ ഒരു ഭാഷയിൽ എഴുതിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർട്ടിൻ ലൂഥർ യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വീട്ടിനകത്തിരുന്ന് ഈ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ആദ്യമായിട്ട് പുള്ളി വിവർത്തനം ചെയ്യുകയാണ്. ഏത്? ബൈബിൾ വിവർത്തനം ചെയ്ത് ജനങ്ങളെല്ലാം വായിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ലൂഥറൻ സഭ ആരംഭിച്ചു. എവിടെ? ജർമ്മനിയിൽ ലൂഥറൻ സഭയുടെ ആരംഭം കൊണ്ടുവന്നു. പുള്ളിയാണ് ആദ്യമേ ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കുന്നത്. ആ കാലയളവ് കുറച്ചങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ കയറി വന്നതാണ് ശക്തമായിട്ടുള്ള ഉണർവെന്ന് പറയുന്നത് ഉണ്ടായത് ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിലെ ആൾക്കാർ വെസ്ലി ബ്രദേഴ്സ്, അതായത് ജോൺ വെസ്ലി എന്നും പിന്നെ ജോൺ വെസ്ലിയും ജോർജ് വെസ്ലി, അവർ ചേട്ടനും അനിയനുമായിരുന്നു. അവർ ഇറങ്ങി സുവിശേഷം പറഞ്ഞ് ഈ പാട്ടുകളെല്ലാം നമ്മൾ കാണുന്നത് അവരെഴുതിയ പാട്ടുകളാണ്, ഹിംസല്ല. ആത്മീയ പാട്ടുകളെല്ലാം പഴയ കാലത്ത് എഴുതിയിട്ടുള്ളത് ആരാണ്? ജോൺ വെസ്ലിയും ജോർജ്, അവർ രണ്ടുപേരും കൂടിയാണ് പ്രദേശികളാണ്, രണ്ട് പ്രദേശം. അവരുടെ കാലത്ത് ഒരു ഉണർവ് അവിടെ ഉണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വില്യം ബൂത്ത് എന്ന് പറയുന്നത് ആരാണ്? വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇറങ്ങി വന്നു. അത് 18-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു. അതായത് അവരുടെ ആൾക്കാരെല്ലാം പട്ടാളം ധരിച്ച് സാൽവേഷൻ ആർമി എന്ന് പറയും. നമ്മളിവിടെ കോട്ടയത്ത് ഇവിടെ എല്ലാം ഉണ്ട്, തിരുവല്ലായിലെല്ലാം ഉണ്ട്. അവരെല്ലാം ഇവിടെ ഇറങ്ങി വന്നത് ആ കാലയളവിലായിരുന്നു. സാൽവേഷൻ ആർമി, കൊടിക്കീഴിൽ സ്നാനപ്പെടുന്ന ആൾക്കാർ, നിങ്ങളങ്ങനെ ഇരുവരിലായിരിക്കും. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെല്ലാം വന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം ഈ CMS എന്ന് പറയുന്നത് അവിടെ ആദ്യമായിട്ട് ബൈബിൾ അച്ചടിക്കുന്ന, മലയാളത്തിൽ അച്ചടിക്കുന്നത് ഇവിടെ വെച്ച് അവിടെ ഒരു ദൈവദാസനായിരുന്നു ബെയ്ലി എന്ന് പറയും. ബെയ്ലി എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് കോട്ടയത്ത് വെച്ച് ആദ്യമായിട്ട് സത്യവേദ പുസ്തകം അടിച്ച് കൊണ്ടിരുന്നത്, മലയാളത്തിലേക്ക് കൊണ്ടിരുന്നത് ബെയ്ലി എന്ന് പറയും. അവരൊരു വലിയ മിഷണറി ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നാഗൽ സാഹിബ് എന്ന് പറയുന്ന ആള് കേരളത്തിലേക്ക് വരുന്നത്. അവിടെ ആര് വരുന്നത്? അയാൾ വന്നത് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു, അതായത് ഈ തിരുവല്ല, കുമ്പനാട് ആ ഭാഗത്തൊക്കെ നാഗൽ സാഹിബ് വന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷം അറിയിച്ച് ആ ഭാഗത്തെല്ലാം അവർ സുവിശേഷം കേട്ട വ്യക്തികളാണ് കെ എബ്രഹാം സാറ്, അതുപോലെ തന്നെ സൈമൺ സാറ്, ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാം ആ കാലത്ത് ആ ഏരിയ കുമ്പനാട് ഭാഗത്തൊക്കെ എന്ത് ചെയ്തു? യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ഉണർവ് വന്നു. എവിടെയാണ്? അമേരിക്കയിലാണ് 1902 ഉണ്ടായ ഒരു ഉണർവാണ് പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ. അവർക്ക് എന്തുണ്ടായി? അവർക്ക് പരിശുദ്ധാത്മാ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അങ്ങ് തെറ്റിപ്പോയി. ആര് തമ്മിൽ? സൈമൺ സാറും കെ എബ്രഹാമും. കാരണം സൈമൺ സാറ് ബ്രദറുകാരനായി. അദ്ദേഹത്തെ നോക്കിയപ്പം രക്ഷിക്കപ്പെട്ടു, പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നാണെന്ന് അറിയാൻ അത് അവരന്ന് കൂട്ടുപിരിഞ്ഞു. ഞാനും ജോർജ് കുട്ടിച്ചാനും കൂടെ കൂട്ടുപിരിയാണ് എങ്ങനെ ഇരിക്കും? അതുപോലെ രണ്ടുപേര് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞു, ജോർജ് കുട്ടിച്ചാൻ പറഞ്ഞു പരിശുദ്ധാത്മാവില്ലെന്നു. അങ്ങനെ രണ്ടുപേരോടും കൂടി എന്ത് ചെയ്തു? പിരിഞ്ഞതാണ് രണ്ട് സഭകൾ. ഏതൊക്കെ സഭ? ബ്രദറൻ സഭയും പെന്തക്കോസ്ത് സഭയും ഉണ്ടായി. ആ പെന്തക്കോസ്ത് സഭയുടെ ആരംഭകാലം എന്ന് പറയുന്നത് ഇവരുടെ ഈ ചർച്ച് ഓഫ് ഗോഡ് സഭയായി ആരംഭിക്കുക. ഇവരുടെയൊക്കെ പിതാക്കന്മാരൊക്കെ ഉള്ള സഭ പെന്തക്കോസ്തിൻ്റെ ആരംഭകാലം. അതുകൊണ്ട് കൺവെൻഷൻ IPC-കാരുടെ അല്ല ആദ്യം നടക്കുന്നത്, ആദ്യം ചർച്ച് ഓഫ് ഗോഡിൻ്റെ നടക്കുന്നത്. അതറിയാം.
ചർച്ച് ഓഫ് ഗോഡുകാർ. അതിന് ഈക്വലായിട്ട് ചർച്ച് ഓഫ് ഗോഡിന് ഈക്വലായിട്ട് ഉണർവിൻ്റെ ഇതെടുത്തതാണ് പുനലൂരിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ. ഇവർ രണ്ടുപേരും ഏതാണ്ട് തുല്യ കാലയളവാണ്. ആരെ? ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് ഓഫ് ഗോഡ്. അതിനുശേഷമാണ് IPC തുടങ്ങുന്നത്. കാലത്തിന് ശേഷമാണ് IPC. നിങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, അതിനുശേഷം ആണ് ഇപ്പോൾ നമ്മൾ ഈ കാലയളവ് വന്നപ്പോഴാണ് എല്ലാവരും കുറച്ചുകൂടെ ലീഗലിസം എല്ലാം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടെ ഒരു ന്യൂ ജനറേഷൻസ് ഉണർവിൻ്റെതായിട്ടുള്ള സഭകൾ വരാൻ തുടങ്ങിയത്. അവർ രക്ഷിക്കപ്പെട്ട് മറ്റുള്ള നിയമങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും, അവിടെ പൗരോഹിത്യത്തിനും ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോഡിലൊക്കെ എന്തുണ്ട്, ഇച്ചിരി പൗരോഹിത്യം ഉണ്ടെന്നുള്ളതാണ്. പൗരോഹിത്യം മനസ്സിലാകുന്നുണ്ടോ? പാസ്റ്റർ ആയിരിക്കും വൺ മാൻ, എല്ലാം അപ്പം നോക്കുന്നതും ശവടക്ക് നടത്തുന്നതും പിന്നെ കല്യാണം നടത്തുന്നതും സ്നാനപ്പെടുത്തുന്നതും എല്ലാം ഒരാൾക്കേ അധികാരമുള്ളൂ. ഏതായിരിക്കും? അസംബ്ലീസ് ഓഫ് ഗോഡിലും ചർച്ച് ഓഫ് ഗോഡിലും IPCയിലും പെന്തക്കോസ്ത് ഗോഡിലെല്ലാം. അപ്പം നമ്മുടെ പള്ളിയിലെ പോലെ തന്നെ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? അവരുടെ കയ്യിലെ ഒരു കുത്തകയായിട്ട് മാറി. അത് യേശു ഇഷ്ടപ്പെടുന്നില്ല. യേശു ഇഷ്ടപ്പെടുന്ന എന്തോ? നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗവും എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ സുനി അപ്പം നുറുക്കി തന്നാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മകളായ സുനി ഒരപ്പം നുറുക്കി തന്നാൽ അതുപോലും സ്വീകരിപ്പാൻ നമ്മൾ തയ്യാറാകണം. അവിടെ ആണെന്നോ പെണ്ണെന്നോ യവനെന്നോ അല്ലേ ഗ്രീക്കുകാരനെന്നോ ഒന്നും വ്യത്യാസമില്ലെന്നുള്ളതാണ്. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാകുന്നു. അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന പൗരോഹിത്യം. നമ്മളുടെ ഇടയിലത്തെ പൗരോഹിത്യം ഒരു പ്രത്യേക അച്ചായന് മാത്രമല്ല, പൗരോഹിത്യം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. നമ്മളെല്ലാവരും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. ഇപ്പൊ പെന്തക്കോസ്റ്റും നമ്മളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായില്ല? എന്തോ ഇപ്പൊ നീ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മുറിച്ച് തന്നാൽ ഞങ്ങൾ കഴിക്കും. കാര്യം നീ രാജകീയ പുരോഹിത വർഗം അല്ല, അച്ചായൻ മാത്രമല്ല. അച്ചായനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കർത്താവ് ഏൽപ്പിച്ചിരിക്കുക, വചനം പഠിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ടീച്ചർ അല്ലെങ്കിൽ പാസ്റ്റർ ആളുകളെയൊക്കെ പോയി സംരക്ഷിക്കുക, അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുക, അല്ലെങ്കിൽ സഭകൾ. അതിൻ്റെ അർത്ഥം ശത്രുവേശ കൊടുക്കാനോ സ്നാനപ്പെടുത്താനോ ഒന്നും മറ്റുള്ളവർക്ക് അവകാശമില്ലെന്നല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് പൗരോഹിത്യം വരുള്ളൂ. അപ്പം പൗരോഹിത്യം യേശു നീക്കിക്കളഞ്ഞു. പൗരോഹിത്യം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? പൗരോഹിത്യം ഇല്ല. പൗരോഹിത്യം എനിക്ക് മാത്രമാണ് കത്രുമേശ ചെയ്യാൻ അധികാരമെങ്കിൽ നമ്മൾ പെന്തക്കോസ്തുകാരായി, എനിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. ഞാൻ പുരോഹിതനായിട്ട് മാറും. നിങ്ങളെല്ലാവരും എന്നെ പിന്നെ കാണുന്നത് അച്ഛനായിട്ടാണ്. ഇനി ഞാനൊരു റോഹയും കൂടെ ഇട്ടാൽ മതി. അപ്പോൾ വളരെ പ്രത്യേകമാണ്. ശരിയല്ലേ? ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അടുത്ത ഞായറാഴ്ച നാളെ സഭയിലെല്ലാവരും കാണുമോ? ഇപ്പം അറിയണ്ട. നാളെ സഭയിലെല്ലാവരും കാണുമോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആ പെന്തക്കോസ്റ്റൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും എനിക്ക് ഏറ്റവും അധികം നമ്മൾ പെണ്ണിനെ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ചർച്ച് ഓഫ് ഗോഡ് പെണ്ണിനെ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരാണ് അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം നമ്മൾ കാണുന്നത് എന്തോ പൗരോഹിത്യം ഉണ്ടോ? അവിടെ ഒരു പൗരോഹിത്യം, ഒരു പ്രീസ്റ്റ്ഹുഡ് കാണുന്നുണ്ട്. ആ പ്രീസ്റ്റ്ഹുഡ് ദൈവം എല്ലാവർക്കും കൊടുത്തതാണ്. അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മുടെ ന്യൂ ഫ്രണ്ടിയേഴ്സ് സഭകൾ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ന്യൂ ഫ്രണ്ടിയേഴ്സിനോട് താല്പര്യം. നമ്മുടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അഫിലിയേറ്റ്. ഇപ്പം അവരാരും ഇല്ല, ഇങ്ങനെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ ആശയത്തോട് ഇവർ യോജിപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു അഫിലിയേഷൻ എടുത്തിരിക്കുന്നത്. ചെറിയവർക്കൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ ഈ പുള്ളിയൊക്കെ വരത്തില്ല, നെങ്കനൊക്കെ വരും. അവരൊക്കെ വരുന്ന അവരുമായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നതും ഞാൻ പഠിച്ചതും അങ്ങനെ. ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ആർക്കുണ്ട്? നമ്മുടെ ഈ സഭയുടെ പ്രത്യേകത പിടികിട്ടിയോ? എന്തോ പൗരോഹിത്യം ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്, എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു. പൗരോഹിത്യം എന്ന് പറഞ്ഞ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയാവും. പ്രൈസ് ദി ലോർഡ്. യു അണ്ടർസ്റ്റുഡ് അബൌട്ട്. അപ്പോൾ അത് കാരണം എന്തുവാ? നമുക്ക് യേശു ദൈവത്തിൻ്റെ ആരാ? നമ്മൾ രാജകുമാരന്മാരാരാ? അല്ല, രാജാക്കന്മാരും പിന്നെ ആരാണ്?
പുരോഹിതന്മാർ എന്ന് പറഞ്ഞെന്തോ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് നമുക്ക്. അതിനാ പുരോഹിതൻ എന്ന് പറയുന്നത്. അതാണ് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ഉണർവ് ഈ പെന്തക്കോസ്ത് ഗോളത്തിൽ അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യണം? ഇനിയും തുറക്കാനുണ്ട്. ഇനി വരുന്ന കാലത്ത് പറഞ്ഞില്ല, ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിൻ്റെ മേലും അയക്കും. യുവതി യുവാക്കന്മാരെല്ലാം എന്ത് ചെയ്യണം? പ്രവചിക്കണം, ദർശനം കാണണം. അപ്പം അങ്ങനെ ഒരു കർത്താവ് വരുന്നതിന് മുമ്പേ ഒരു ഭയങ്കര ഉണർവ് ദേശത്തുണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ പെന്തക്കോസ്ത് ഗോളത്തിൻ്റെ പോലും കണ്ണെന്ത് ചെയ്യണം? തുറക്കണം. ഓ, ഇതാണോ യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സത്യം എന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സഭയിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. അവിടെ ചെറുപ്പമെന്നോ ആണെന്നോ പെണ്ണെന്നോ വലിപ്പമൊന്നുമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പറഞ്ഞേ, എല്ലാവരും ക്രിസ്തുവിലോ ഒന്നാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അവിടെ. അതാണ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ കാര്യാദികളെ പറ്റി എന്നാൽ നമ്മൾ ചോദിക്കും, അങ്ങനെ തന്നെയാണോ പോകുന്നത്? അത്രമാത്രം വിശാലമാണോ നമ്മുടെ സഭ? ഇപ്പോഴും ഞാൻ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? ഇപ്പോഴും ഞാൻ തന്നെയല്ലേ കത്രമേന മുറിക്കുന്നത്? ഇപ്പോഴും അവരൊക്കെ തന്നെയല്ലേ? നിങ്ങളാരും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ആ അവസ്ഥയിലേക്ക് വന്നോ? ഇല്ല. വന്നാൽ അല്ലേ അത് ഉൾക്കൊള്ളാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ? അതാ അറിയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും ആത്മീയത്തിൽ എന്തായിട്ടില്ല, വളർന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ കൊച്ച് അപ്പം മുറുക്കി തന്നാൽ അത് ഭക്ഷിക്കത്തക്ക രീതിയിൽ കഴിവുള്ള ആത്മശക്തിയുള്ള ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഒരു അതെന്തുകൊണ്ട് ഈ മോളെ കൊണ്ട് മുറിപ്പിച്ചില്ല അച്ഛൻ എന്ന് ചോദിച്ചാൽ, ഇരിക്കുന്ന ജനത്തിന് വിവരമില്ലാത്തതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അവരതും ഇതുമൊക്കെ പറയാൻ തുടങ്ങും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നുള്ള കാര്യം പെന്തക്കോസ്തിലും നമ്മളിലും എല്ലാം അച്ഛൻ പറഞ്ഞ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്തില്ല, നടത്തിയില്ല. എന്തുകൊണ്ടാണ് നടത്താൻ? ഇരിക്കുന്ന ആൾക്കാർക്ക് അത്രയും ബോധം വന്നിട്ടില്ല, അത്രയും പഠനം ഉണ്ടായിട്ടില്ല എന്നൊക്കെ മനസ്സിലായോടാ. ക്രൂ അച്ഛൻ പറഞ്ഞ എന്നാന്ന് പിടികിട്ടിയില്ല. നിന്നെ കൊണ്ട് മുറിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളല്ലേ, നിന്നെ കൊണ്ട് അപ്പം മുറിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അടുത്ത ആഴ്ചയിലൂടെ ആൾ വന്നു. ഇല്ല, നീ മാത്രം, നീ പോലും കാണുന്നില്ല. നീ അത്രയും ഉൾക്കൊള്ളാൻ അവർക്ക് എപ്പോഴും അച്ചായം മതി. അച്ചായൻ്റെ കൈകൊണ്ട് മുറിച്ച് കിട്ടുന്ന താല്പര്യം. അത്രയും ദൈവികമായ ജ്ഞാനത്തിൽ വരെ അവരെ ഇവിടുത്തെ ജനത്തിന് അത് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. അപ്പം അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നു ചോദിച്ചാൽ, നമ്മളുടെ വളർച്ച ഒരിടത്ത് വന്ന് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഈ പഠിപ്പിക്കുന്നത് ഒരു കൊച്ചു കുട്ടി പോലും കാണാപ്പാടം പറയുന്നില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഞാൻ തന്നെ നിന്നു, അല്ല നിങ്ങളല്ലേ പറയേണ്ടത്. അപ്പം ആ കൊച്ചിന് അതിനുള്ള എന്ത് വന്നില്ല, ധൈര്യവും അധികാരവും വരണമെങ്കിൽ നിങ്ങളുടെ മാനസികമായ അവസ്ഥയും അതുപോലെ വളരണം, അല്ലേ? രമ്യ ഇവിടെ നിന്ന് ഈ ബൈബിൾ ക്ലാസ് ശക്തമായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ഈ പുള്ളിയെ ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം വേണ്ടേ? ഇല്ലെങ്കിൽ സ്വീകരിക്കൂ. അപ്പൊ അതിനായിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. എന്ത് ചെയ്യണം? ഞങ്ങളും അച്ചായൻ പറഞ്ഞ പോലെ എല്ലാവരും, കൊച്ചു കുട്ടി വരെ ഇല്ലേ, ഇവിടെ ഏഞ്ചൽ വരെ എന്ത് ചെയ്യണം? മിടുക്കിയായിട്ട് ഇത് മുഴുവനും ഇവിടെ നിന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിലുണ്ട് ഒരു ഫേബ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷക്കാരി നമ്മൾ വായിക്കുന്നുണ്ട്. ഫേബ അവൾ എവിടെ ഉള്ള? അവളുടെ വീട്ടിലെ സഭയിലെ ശുശ്രൂഷക്കാരിയാണ്. ഒന്നോർത്തേക്ക്, വീട്ടിലെ സഭയിലെ ശുശ്രൂഷക്കാരിയാണ് ആര്? ഫേബ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ബൈബിളിലുള്ളതാണ്. വീട്ടിലെ സഭകളാണ് അന്നത്തെ കാലത്ത്. പക്ഷെ അവരിതൊക്കെ സ്വീകരിച്ചിരുന്നു. പത്രമേശയും ആരാധനയും ഒക്കെ അവർ നടത്തിയിരുന്നു. അത് മനസ്സിലാക്കി. ഇപ്പൊ പിന്നെ ആരെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്താൽ നമ്മളെ എന്ത് ചെയ്യും? കൾട്ടാന്ന് പറയും. എന്ത് പറയും? ആദ്യം കൾട്ടാന്ന് ആരായിരിക്കും പറയുന്നത്? പെന്തക്കോസ്തുകാർ തന്നെ പറയും. ഇവിടെ ഹോളി ട്രീറ്റ് ചർച്ച് ഒരു കൾട്ടായിട്ട് മാറി എന്ന് പറയും, അല്ലേ? അവരുടേതായ പഠിപ്പിലാണോ? ഫേബ എന്നുള്ളത് എൻ്റെ പഠിപ്പിലാണോ? ബൈബിളിലെ പഠിപ്പിലാണോ? ഫേബ എന്ന് പറഞ്ഞ ഒരു സഹോദരി ബൈബിളിലുള്ളതാണ്. അവളുടെ വീട്ടിലെ സഭയുള്ളതാണ്. അവിടുത്തെ ശുശ്രൂഷക്കാരിയാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടുന്നുണ്ടോ? സഭയിലേക്ക് വല്ലതും പിടി കിട്ടിയോ? പറഞ്ഞു ഭയങ്കരമായിട്ട് ആലോചിക്കുന്ന കാര്യമാണ്.
ഒത്തിരി. അപ്പം അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ ടെറി വെർഗോയൊക്കെ. അതുകൊണ്ടാണ് ടെറി വെർഗോ അതുപോലുള്ള സഭയിലുള്ള ദൈവദാസന്മാരെല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ച സഭയാണ് നമ്മുടെ ന്യൂ ഫ്രണ്ടിയേഴ്സ്. അതിൻ്റെ പേര് തന്നെ കണ്ടില്ലേ, എങ്ങനെ ന്യൂ ഫ്രണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ സഭയുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ അകത്തെ അടിസ്ഥാന പഠനങ്ങൾ നല്ലതാണ്. ഒത്തിരി ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ആ സഭയിലുള്ളത്. അപ്പം അച്ഛനൊക്കെ പഠിച്ചത് അങ്ങനത്തെ രീതി, അവിടെ പെണ്ണെന്ന വ്യത്യാസമൊന്നും ആണെന്ന വ്യത്യാസം അങ്ങനൊന്നുമില്ല. അപ്പം അങ്ങനെ ഒത്തിരി വിശാലമായിട്ട് ഇത് പാസ്റ്റർമാരോട് പറയാൻ പറ്റുമോ, ആൾക്കാരോട് പറയാൻ പറ്റുമോ, അവർ ഓടിക്കും നമ്മൾ ഇല്ലയോ. അപ്പം അത്രയൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കും ഒരു ടൈം ആകും. എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പം എവിടെ നിന്നാണ് ഈ തുടങ്ങിയതെന്നൊക്കെ, എവിടെ വെച്ചാണ് മാറ്റം വന്നതെന്നൊക്കെ മനസ്സിലായോ? എവിടെയാ? ബാബേൽ. ഇവിടെ നിന്നാണ് കളി തുടങ്ങിയത്. അവസാനം അത് ആരേറ്റെടുത്തു? കോൺസ്റ്റാന്റിൻ. പിന്നീട് അത് മാറി 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 പെന്തക്കോസ്തായി. ഇപ്പൊ ഏതാണ്ട് അതിൻ്റെ മുകളിൽ പോകേണ്ടതാണ്, പക്ഷെ പോകുന്നില്ല. ഏതാണ്ട് ആ പെന്തക്കോസ് രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുക. അല്ലേ ലിയ? യെസുമോന് മനസ്സിലാവുന്നുണ്ട് പറയുന്നൊക്കെ? ആ, വെരി ഗുഡ്. അപ്പൊ അതാണ് അവിടെ എവിടെ ചെന്നാലും ഇതൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ നമ്മളതിനെ ഉൾക്കൊള്ളുക. കാരണം അവരെ ആ ലൈനിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മുടെ മനസ്സിനകത്ത് അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കണം, നമുക്കൊരു പഠനം ഉണ്ടായിരിക്കണം. ഏമേ അല്ലേ ലിയ? അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നീട് ഈ സഭയ്ക്കകത്തെല്ലാം ബാബിലോണിയ രീതികൾ, ഈ പട്ടത്തെ രീതികളെല്ലാം കയറി, വിഗ്രഹാരാധന കയറി, പട്ടത്തെ രീതികൾ കയറി. അതുകൊണ്ടാണ് യോഹന്നാൻ അതിശയിച്ചു പോയത്. ആരെ കണ്ടപ്പോൾ? ഈ സ്ത്രീയെ കണ്ടപ്പോൾ. മതം, ഇത് മൊത്തം മതം കണ്ടപ്പോൾ അവളെ വിളിച്ചത് എന്താണെന്നറിയോ? ഈ പേര് കൂട്ടിയാണ് വിളിച്ചത്. ഇവിടുന്ന തുടക്കം. മനസ്സിലാകുന്നുണ്ടോ? പുറകിലിരിക്കുന്നവർക്ക് ഇവിടെ ഈ പേര് കൂട്ടിയാണ് വിളിച്ചത്. ഏതാ? എവിടുന്നാ ഇത് തുടങ്ങിയത്? മഹതിയാം ബാബിലോൺ, വേശ്യകളുടെ മതം. സഭയെ വിളിച്ചത് ഇത് കണ്ടിട്ട് യോഹന്നാൻ ഞെട്ടിപ്പോയി. അല്ലേ? ഇപ്പോഴും നമ്മുടെ KP യോഹന്നാൻ ചാടിയില്ലേ? എവിടെയോട്ട് ചാടി? മതത്തിലോട്ട് ചാടിയില്ലേ? CSI അച്ഛൻ്റെ കൈവപ്പില്ല. അങ്ങനെയാണോ തുടങ്ങിയത്? അല്ലല്ലോ. നല്ല രീതിയിൽ തുടങ്ങിയ ആള്. ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്തുകൊണ്ടാണ്? അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? ലവോദിക്ക. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? സമ്പത്ത്. ഞാൻ ധനവാനാകുന്നു. ആ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഈ സമ്പത്ത് വരുമ്പം വളരെ സൂക്ഷിക്കണം. പറയുകയാണ് ഇതിനെ എങ്ങനെ, ഇതെല്ലാം കൂടെ ഞാൻ KP യോഹന്നാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക പണം മുഴുവൻ. അവസാനം KP യോഹന്നാനോട് പറഞ്ഞു, മോഡി വന്നിച്ച് പറഞ്ഞു, ഞങ്ങൾ മുഴുവനും കണ്ടുകെട്ടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ലില്ല, ഞാൻ ബിഷപ്പ് ആയിക്കോളാന്ന് പറഞ്ഞു. ബിഷപ്പ് ആകുകയാണെങ്കിൽ കണ്ടുകെട്ടത്തില്ല. ഇങ്ങനെ പലരും നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും? അപ്പം പെട്ടുപോകുന്ന ആരാന്നറിയാമോ? സാധാരണ പാവപ്പെട്ട വിശ്വാസികൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ രക്ഷിക്കപ്പെട്ടില്ല, നീ പുറത്ത് കിടക്കുക. പുള്ളിക്കാരൻ ഇപ്പോൾ റോഹയും പിടിച്ച് കുർബാനയെ എത്തിച്ച് കുന്തിരിക്കവും പോയിച്ചുകൊണ്ടിരിക്കുക. ആരാ? നമ്മുടെ KP. അങ്ങനല്ലല്ലോ പുള്ളി തുടങ്ങിയത്. നമുക്ക് സങ്കടമല്ലേ? നമുക്ക് സങ്കടമല്ലേ? അപ്പം ആ പുള്ളിക്കാരന് കാശുണ്ടായിരുന്നത് കൊണ്ട് വീട് വെച്ച് കൊടുത്തവരും പെണ്ണിനെ കെട്ടിച്ചവരൊക്കെ ഇപ്പോൾ അവരുടെ സഭയിലുണ്ട്. പോകാൻ പറ്റുമോ? അവരും ഒന്നും പഠിച്ചിട്ടില്ല. അവരെങ്ങനെയാണ് ക്രിസ്ത്യാനിയായത്? പാൽപ്പൊടി ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. എന്താണ്? പാൽപ്പൊടിയും പിന്നെ ഗോതമ്പ് മൈസും കൊടുത്തിട്ട് എന്ത് ചെയ്തു? ക്രിസ്ത്യാനിയാക്കി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കത്തില്ലേ? അങ്ങനത്തെ ആൾക്കാരെല്ലാം കൂടി ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, KPക്കകത്ത് കയറിയിട്ടുണ്ട്. അതെല്ലാം അവരുടെ കൂടെ അങ്ങ് നിൽക്കും. അവരൊക്കെ എന്തോ ഭൗതിക നന്മകളാണ്. അപ്പോൾ ഈ സഭയെന്ന് പറയുന്നതാണല്ലോ ആർക്കേ അറിയത്തുള്ളൂ. ഇപ്പം ഇതിനകത്ത് എത്ര ഒറിജിനൽ ഉണ്ട് നമ്മുടെ സഭയിൽ ആർക്കറിയാം? അപ്പം ഇവിടെ നിന്ന് വിളി വരുമ്പോൾ അറിയാം എത്ര പേര് പൊങ്ങും, എത്ര പേര് പൊങ്ങുമെന്നുള്ളത് യേശുവിനറിയാം. ആ ഞാനും പൊങ്ങുമോ എന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ നെല്ലിയ കൊടുക്ക്. ഇത്രയും ശബ്ദമൊക്കെ അടുത്ത ആണ്ടിലും കേൾക്കണേ കേട്ടോ. KP പോയതോടൊക്കെ പോകല്ലേ. ഈ സമ്പത്തൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഉപദേശമൊക്കെ അങ്ങ് മാറും. പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലേ. വീടും പെണ്ണിനെ കെട്ടിരിക്കാനുള്ള കാശുമൊക്കെ കിട്ടുമ്പോൾ അവരതിനകത്തെ അംഗമാകും.
പാൽപ്പൊടിയൊക്കെ കിട്ടി. കത്തോലിക്കലൊക്കെ പണ്ട് അങ്ങനല്ലായിരുന്നു. പാൽപ്പൊടിയും ഇതൊക്കെ കൊടുത്തല്ലേ ആൾക്കാരെ സാധുക്കളെയൊക്കെ ചേർത്തോണ്ടിരുന്നത്. ഈ പണി ഇന്നും ഉണ്ട്. എന്നാൽ വചനത്താൽ വീണ്ടെടുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. സത്യസുവിശേഷം ലോകത്തെ അറിയിക്കണം. എല്ലാവർക്കും ഉള്ള പൗരോഹിത്യം നമ്മൾ അംഗീകരിക്കണം. ദൈവം കൊടുത്തിരിക്കുന്ന പൗരോഹിത്യം എങ്ങനെയുള്ളതാണ്? ഈ രാജ്യം എല്ലാവർക്കും ഒരു ഭാഷയെ കാണുമ്പോഴത്തേക്ക് കൈകിട്ടുകയാണെങ്കിൽ പറയണം, നിങ്ങളുടെ സഭയുടെ പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് ഭാഷയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെല്ലാ പൗരോഹിത്യത്തെ അംഗീകരിക്കുന്നവരാണ്. ഞങ്ങളുടെ ഭാഷയൊന്നും ബൈബിളൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെ അല്ലാതെ പുള്ളിക്കാൻ തന്നെ വലിയ ഭാഷയാണെന്ന് പറഞ്ഞ് വലിയ ബഹളമൊന്നുമില്ല. അത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടെന്നോ. അപ്പോൾ ആ രീതി അവർക്കില്ലിപ്പോൾ. അപ്പോൾ നമ്മളിവിടെ ഭാഷമാരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ദിവസം എൻ്റെ ഏറ്റവും അടുത്ത ഭാഷയല്ലേ വന്നത്, ഏതാ മലങ്കരയിലെ ജോസ് ഭാഷ, പുള്ളിയുടെ ഫോട്ടോ അല്ലേ ഇവിടെ എന്താണ് തൂങ്ങി കിടക്കുന്നത്. 15-ാം തീയതി ഭാഷ ഓഗസ്റ്റ് 15-ന് വിളിച്ച് നമ്മുടെ കൂട്ടുകാരനാണ്, പുരോഹിതനാണ്. പുള്ളിയുടെ ഉപദേശം അതാ, പൗരോഹിത്യക്കാരനാണ്. മലങ്കരക്കാരൊക്കെ അങ്ങനത്തെ. അപ്പൊ ആ നിലവാരത്തിലേക്ക് ആ പുള്ളി ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വളർന്നിട്ടില്ല. ജോസ് പാസ്റ്റർ ആ നിലവാരത്തിൽ എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ പാസ്റ്റർമാരൊന്നും വളർന്നിട്ടില്ല ആ നിലവാരത്തിൽ. എന്നാൽ എന്നോട് വലിയ കാര്യമുള്ളതുകൊണ്ടല്ലേ വിളിച്ച്. പാസ്റ്റർമാരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. പക്ഷെ അവരോട് ഞാൻ പറയും, ഈ ഉപദേശം പറയും, അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് എന്നാ അച്ഛാ ഇതൊക്കെ നടപ്പിലാകുന്നത് എന്ന് ചോദിക്കും. എന്താ പറയുക, എന്ന് ഇത് ആര് പൂച്ചയ്ക്ക് മണി കിട്ടും, ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കാലമൊക്കെ വരുമ്പം പിള്ളേരുടെ കാലമൊക്കെ വരുമ്പം ആ നിലവാരത്തിലേക്ക് ഉയരണം. അതാ എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അത് അവിടെ നിൽക്കട്ടെ. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് കേട്ടോ, പാസ്റ്റേഴ്സ്മാരെല്ലാം. പക്ഷേ കുറേ ഉപദേശങ്ങളും കുറേ രീതികളും അവർ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ബാബിലോൺ എന്നുള്ള പേര് കിട്ടിയത് എങ്ങനെയാണ് മനസ്സിലായത്? ഏത് മഹദിയ ബാബിലോൺ, വേശ്യകളുടെ മാതാവ്. എങ്ങനെയാണ് ഈ നാമധേയ സഭകൾക്കെല്ലാം കർത്താവ് വിളിച്ചത്? ഇവരെല്ലാം കൂടെ ഒന്നിച്ചിവിടെ നിന്നു. അപ്പൊ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇടാവുന്നത്, അവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന, ഞാൻ ജസ്റ്റിനോട് പറഞ്ഞ അതൊന്ന് കാണിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, ചുമ്മാ അങ്ങോട്ട് നോക്കിയാൽ മതി. പ്രധാനമായിട്ട് അതൊന്ന് കാണിക്കാനാണ്. ഈ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഇപ്പോഴത്തെ പോപ്പ്, ഇത് നമ്മുടെ മാതാ അമൃതാനന്ദമാരി, ഇത് ഇറാനിലെ, ഇത് ഇറാഖിലെ, ഇത് ദലൈലാമയുടെ ആൾക്കാര്, ഇത് ഓർത്തഡോക്സ് സഭക്കാര്, മുസ്ലിമിന്റെ നേതാവ്, ഇങ്ങനെ ലോകത്തിലെ സകല മത നേതാക്കന്മാരും ഒരുമിച്ച് ആരുടെ നേതൃത്വത്തിലാണ്? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ റോമിൽ കൂടുന്നുണ്ട്. നമുക്ക് വല്ല പിടുത്തമുണ്ടോ? വെടിയിടുന്നുണ്ടോ? ഇതാമിക്കൊന്ന് മനസ്സിലായി. ഇന്നലെ ഇവിടെ പറഞ്ഞാൽ അതിന് ഞാൻ ബാബിലോൺ എന്നൊക്കെ പറഞ്ഞു. പോപ്പിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞില്ല. നമ്മളെ ഒരുമാതിരി പൊട്ടന്മാരെ പോലെ ജീവിക്കരുത്. നാം നിങ്ങൾ വിശ്വാസത്തെ കാണുന്നില്ല, ചിന്തിച്ചു പോകും. ഇത് കാണുന്നവരാരും കാണുന്നില്ല. നല്ല ഉറപ്പോടെ നിന്നില്ലെങ്കിൽ അതിന്റെ കൂടുതൽ നമ്മൾ പോകും. അത് കാണിക്കാൻ വേണ്ടിയില്ല. ഇവരെ കണ്ണുകൊണ്ട് കാണുന്നു. ഇപ്പൊ നടക്കുന്ന കാര്യം എന്താണ് മനസ്സിലാകുന്നല്ലോ. ഇതിന് പറയുന്ന പേരാണ് മഹദിയ ബാബിലോൺ, വേശ്യകളുടെ മാതാവ്. അവരൊന്നിച്ചാണ്. അതാണ് ഈ മതം, ഈ നിൽക്കുന്ന മതം. എല്ലാവരും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? മതം ആ കാണുന്നത് അവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുക. നമ്മളെല്ലാം വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ച് വർത്തമാനത്തിരിക്കുക. ലോകത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടത്താം? പൊതുമാരും കുട്ടികളും ഒക്കെ ആയിട്ട് വളർന്നൊക്കെ എങ്ങനെ നാളെ ജീവിക്കുന്നില്ല. നേരെ നഗരത്തിലോട്ട് പോകും. നമ്മൾ നല്ല ആളുകളുള്ളവരായിരിക്കണം. നമ്മുടെ മക്കളൊക്കെ നല്ല ആളുകളുള്ളവരായിരിക്കും. കാര്യം
അതിന്റെ പേരാണ് 17-ാം അധ്യായം. പക്ഷെ അങ്ങനെ അവർ ഒന്നിച്ച് മതങ്ങൾ കുടുംബം രാഷ്ട്രീയമാണ്. അതാരൊക്കെയാണ് ഈ പറഞ്ഞ ബാബിലോൺ, ഇപ്പം ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ, സിറിയ, അവരുടെ രാജ്യം എല്ലാം മുസ്ലിങ്ങളാണ്. അവരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. ഇറാഖ് എന്ന് പറയുന്നത് സദ്ദാം ഹുസൈൻ, അവിടെയാണ് ഈ പറഞ്ഞ സ്ഥലം. അവിടെയും ഒരു ഭക്ഷണം കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് കാണിക്കാം. ബാബിലോൺ എന്ന് പറയുന്ന നഗരം, ബാബേൽ നഗരം, ഇറാഖിലെ ഇറാഖ് ബാബേൽ. നിയമ ഇതെല്ലാം ഒന്നിച്ചുള്ളതാണ്. അത് സൗദിയിൽ പണിയുന്നുള്ളതേ. ഇതിന്റെ തലപ്പത് വേറെ പണിയുന്നുണ്ട്. മുസ്ലിങ്ങളെല്ലാം കൂടെ ചെയ്യും. ഇറാഖിലെ വന്ന് അത് അതിന്റെ ഹെഡിങ് തന്നെ കൊടുക്കണേ. ബാബേൽ ബാബേലിന്റെ മാത്രം ഹൈലൈറ്റ് ചെയ്തതാണ്. ആദ്യത്തെ രാജാവുണ്ടല്ലോ, രാജാവ് ബെൽഷസ്സർ, അവരുടെ നാടായത്. അതെല്ലാം പൊളിച്ചു നടക്കുക. വീണ്ടും പണിതുകൊണ്ടിരിക്കുക. വീണ്ടും അത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ നഗരം ഇതിനെടുത്ത് കാണിക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ രസത കാണിക്കും. ആ ബാബേൽ നഗരം നശിച്ചുപോയ ഭവൻ ബാബേൽ കോട്ടയൊക്കെ പുതിയതായിട്ട് പണിയുന്നത്. അതിന്റെ ഒരു ഗേറ്റ്, അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ നഗരം രണ്ടാമത് പണിയുന്ന പുതിയ ഈ സ്ഥലമാണ് നമ്മൾ ഈ പറഞ്ഞ രാജാക്കന്മാർ കടന്നുപോയി വീണ്ടും അത് പണിതുകൊണ്ടിരിക്കുന്ന രാജാവിന്റെ അതാണ് കാണിക്കുന്നത്. അതും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വലുതായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സദ്ദാം ഹുസൈൻ വന്നു, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇനിയിപ്പോ അത് രണ്ടാമത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. സിറിയ, ഇറാഖ്, സൗദി അറേബ്യ, UAE, ഇങ്ങനെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ. അതെല്ലാം കൂടെ കൂടിയിട്ട് ലോകത്തിന്റെ ബിസിനസ് അവിടെ നടക്കുക. എണ്ണയുടെ ബിസിനസ്സാണ് അവരുടെ കയ്യിൽ. എന്തുകൊണ്ട് എണ്ണയുണ്ട്. അത് വെച്ചോട്ട് അവർ ഭയങ്കരമായിട്ട് നഗരത്തെ പണിയാണ്. ന്യൂയോർക്കിനേക്കാളും 20 മടങ്ങ് വലിപ്പമുള്ള സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത്. സൗദി അറേബ്യ അത് പണിതുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി കണ്ടായിരുന്നു. അതുകൊണ്ട് കാണിച്ചത് ന്യൂയോർക്ക് സിറ്റി. പണിയാൻ തുടങ്ങിയതേ ഉള്ളൂ. സ്ക്വയർ കിലോമീറ്റർ വലിയ നഗരം. അപ്പൊ അത് പണി പൂർത്തീകരിക്കുമ്പോ എങ്ങനെ ഇരിക്കും?
അതിന്റെ ആ ഇതെല്ലാം വയ്ക്കാം. ഇപ്പൊ അവിടുത്തെ അതെല്ലാം ചെയ്യുന്നത് ഇവരുടെ ഈ രാഷ്ട്രീയ ബാബിലോൺ അവർ പണിയുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഏതാ ഈ മുസ്ലിംകളുടെ നാട്ടിലാണ് ഇതെല്ലാം പണിയുന്നത്. അതിന്റെ ടോപ്പിൽ വെക്കുന്നത് ഈ പറഞ്ഞ വടക്കാരായിട്ടുള്ള തൊഴിൽ രാജാക്കന്മാരെല്ലാം അതെല്ലാം ഏക അഭിപ്രായമുള്ളവരാണ്. അതെല്ലാം ഒരേ അഭിപ്രായമാണ്. ഈ സിംഹത്തിന്റെ ഒരേ മുസ്ലിമുകളല്ല, ഇവരെല്ലാം ഒരേ അഭിപ്രായവും ഒരേ ഭാഷയും ഒരേ സമ്പത്തുള്ളവരാണ്. അതായത് ഈ പറഞ്ഞ അനേക അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ചറിയും അവരുടെ തലയിൽ നിൽക്കുന്നതും ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളെല്ലാം അതിന്റെ കൂടെ ഇതിൽ നിന്നും ഇവിടുത്തെ ഉയർന്നു വരുന്നതായിട്ടുള്ളൂ. ആ ഉയർന്നു വരുന്നവന്റെ തനി രൂപമാണ് എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഈ കോളത്തിലേക്ക് വരും. അപ്പൊ അത് ഈ ഭാഗത്തെ ആൾക്കാരാണ് നമ്മൾ കൂടുതലും സാധ്യത യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ. ഒന്ന് റഷ്യയുടെ മാതാവെന്ന് റോമിനെ പറയുമ്പോൾ മതപരമായിട്ട്, രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ ആരായിരിക്കും അത്? അതിന്റെ പേരിൽ വരുന്നത് കൂടുതലും ഇറാൻ, ഇറാഖ്, ഈ ഭാഗത്തുള്ളവരെല്ലാം കൂടി അവരിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് രാഷ്ട്രീയ ബാബിലോൺ. ഏതായാലും രാഷ്ട്രീയ ബാബിലോൺ അവസാനം ആരെ വിഴുകിക്കളയും? മതത്തെ വിഴുങ്ങിയിട്ട് അവൻ ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ട് തുടങ്ങും. അവന്റെ പഠനത്തെ കുറിച്ചും മതപരമായ ബാബിലോണിന്റെയും രാഷ്ട്രീയ ബാബിലോണിന്റെയും പഠനത്തെ കുറിച്ചാണ് നമ്മൾ ഈ 19-ാം തീയതി വായിക്കുന്നത്. 19-ാം തീയതി വായിക്കാൻ പോവാണ്. കേട്ടോ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിനെന്ന് എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം വായിച്ചു. നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ ഇപ്പൊ വായിച്ചവരുടെ കൈ വച്ചിരിക്കുക. 2 കൊരിന്ത്യർ 5:10, 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടാറുള്ളതാണ്. നമ്മളെല്ലാവരും ഒരിക്കൽ ഇന്ന് നമ്മുടെ സഭയിൽ വന്നത്, അപായങ്ങളെ നടക്കാതെ വന്നത്, ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. പറയാം, ഈ ന്യായാസനത്തിൽ നമ്മൾ ഇവിടുന്ന് ഉയർത്ത് യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ കർത്താവിനോട് കണക്ക് ചോദിക്കും. ഓരോ രൂപയ്ക്കും കണക്ക് ചോദിക്കും, സമയത്തിന് കണക്ക് ചോദിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പോയാൽ പോലും അവിടെ ചെല്ലുമ്പോൾ ദൈവം എല്ലാത്തിനും കണക്ക് ചോദിക്കും. ഇവിടെ വെച്ച് നമ്മൾ കൊടുക്കണം. 1 കൊരിന്ത്യർ 3:22
10 മുതൽ 15 വരെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്നായിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പൂവ്, വൈക്കോ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിന് തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നമിതമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവൻ ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും എന്ത് ചെയ്യും? ശോധന ചെയ്യും. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് കർത്താവ് വിശ്വാസികൾക്കായ നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ക്രിസ്തു അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കണം. 1 രൂപ നേർച്ചയിട്ടാൽ യേശുവിന് വേണ്ടിയായിരിക്കണം ചെയ്യുന്നത്. ബിസിനസ് ചെയ്താൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലായിരിക്കണം. ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വിവാഹത്തിന്റെ നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലായിരിക്കണം ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യേണ്ടത്. എല്ലാം ക്രിസ്തുവായിരിക്കണം അടിസ്ഥാനം. വേറെ ഒന്നും അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കരുത്. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ വേറെ ഏതെങ്കിലും കൂട്ടിച്ചേർത്താൽ കർത്താവ് അതിനെ കണക്കാക്കത്തില്ല. നമ്മുടെ ശക്തിയോ നമ്മുടെ ബുദ്ധിയോ ആകാൻ പാടില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ സഭയും നമ്മുടെ ജീവിതവും എല്ലാം. ഇവിടെ എല്ലാം നമ്മൾ ക്രിസ്തുവിനെ കാണുന്നു. ഇവിടെ പറയുകയാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തു അടിസ്ഥാനത്തിലായിരിക്കണം. അവർക്ക് എന്ത് അവർ ചെയ്ത പ്രവൃത്തികൾ നിലനിൽക്കുന്നതായിരിക്കണം. ഇല്ല എങ്കിൽ ആത്മാവ് ശോധന ചെയ്യുമ്പോൾ അതെല്ലാം കത്തിപ്പോകും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിലൂടെ, പരിശുദ്ധാത്മാവാകുന്ന തീയിലൂടെ അത്രേ. ശോധന ചെയ്തിരിക്കും എല്ലാ കാര്യവും. അതിനുശേഷം പിന്നെ നമ്മൾ വായിച്ചതാണ് ഇപ്പൊ സിന്ധു വായിച്ച ഈ ഭാഗം. കല്യാണം, അതെ 19:6 കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ. വിശുദ്ധന്മാരായ നമ്മൾ ചെയ്യുന്ന നീതി പ്രവൃത്തികൾ എന്ന വസ്ത്രം അന്ന് നമുക്ക് ധരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആരാ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ആരെയൊക്കെയാണ്? മഹാപീഡന കാലത്തെ ആൾക്കാരാണോ? പിന്നെ ആരാ? ഇന്ന് ഈ സഭയിൽ, പ്രാദേശിക സഭയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന തൻ്റെ മക്കളെയാണ് കർത്താവ് ചേർക്കാൻ വന്നതും അവര് കർത്താവിന്റെ കല്യാണത്തിന് പോകുന്നു. അവര് ഭാഗ്യവാന്മാർ കേട്ടോ. രക്ഷിക്കപ്പെട്ട് വിശ്വസ്തയോടെ നിൽക്കുന്ന, നല്ല ബോധത്തോടെ നിൽക്കുന്ന മക്കൾ ഭാഗ്യവാന്മാരാണ്. അവരാണ് കർത്താവിന് ഏറ്റവും പ്രിയർ. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് പ്രവചനമാണെന്ന് ഓർത്തോളണം. യേശുവിന്റെ സാക്ഷ്യമോ അത് പ്രവചനത്തിന്റെ ആത്മാവ്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. കണ്ടോ? ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. ആരായിരിക്കും അതിന്മേൽ ഇരിക്കുന്നത്? യേശു ക്രിസ്തു. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ചുമന്നിരിക്കുന്നുണ്ടോ? രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. യേശു തന്റെ രക്തത്താൽ, അത് താൻ ജയം പ്രാപിച്ചത് യേശുവിന്റെ രക്തത്താൽ, അതാണ് ധരിച്ചിരിക്കുന്നത്. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അതിന് വേറൊരു പേരുണ്ട്, അതാണ് ദൈവവചനം എന്ന് പേരുണ്ട്. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. മൂർച്ചയുള്ള വാള് യേശുവിന്റെ കയ്യിലെ വാൾ. നമ്മുടെ ആൾക്ക് വാള് വേണോ? വേണ്ട. വാ തുറന്നാ മതി, എല്ലാ
ഒറ്റ പറച്ചിൽ പറഞ്ഞാൽ മതി. വാ തുറന്നുണ്ടോ, തീ പോലെ വരുന്നുണ്ടോ, വാ തുറന്നാൽ മതി. ആ അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. ആ. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. ആ. രാജാതി രാജ കർത്താതി കർത്താവും എന്ന നാമം അവന്റെ അവന്റെ ഉടുപ്പിന്റെ മേലുള്ള നാമം രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. ഈ മൃഗവും ഭൂരാജാക്കന്മാരെല്ലാവരും ലോകം മുഴുവനും ഈ കർത്താവിനോട് യുദ്ധം ചെയ്യുവാൻ ഒരുമിച്ച് കൂടി. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇത് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മഹദിയാം ബാബിലോൺ അവരെ തീ ഇവിടെയോട്ട് തള്ളിക്കളയും. ഇതെല്ലാം കണ്ടോ കിടക്കുന്നു. ആ യുദ്ധത്തിൽ ഇവിടെ കിടക്കുന്ന ഒന്ന് കള്ളപ്രവാചകൻ, അതിൻ്റെ ആളും പിന്നെ ആ എതിർ ക്രിസ്തു, രണ്ടെണ്ണത്തെയും പിടിച്ച കർത്താവ് ഈ തീയിലേക്ക് തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവിടെ യുദ്ധത്തിന് വന്നവരെ എല്ലാം എന്ത് ചെയ്തു? തന്റെ വായിൽ നിന്ന് വരുന്ന വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും തൃപ്തി വന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിവിടെ നടക്കുന്നത് ഏത് സ്ഥലത്താണ്? ഞാൻ നേരത്തെ 14-ാം അധ്യായം വായിച്ചപ്പോ പറഞ്ഞില്ലേ, എന്തായിരുന്നു പറഞ്ഞത്? സക്കറിയ പ്രവചനം 14:4. സക്കറിയ 14:4 എന്താ വായിച്ചത്? അന്നാളിൽ അവന്റെ കാൽ യെരുസലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഒളിവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നുകൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിൽ. ഇവിടെയാണ് കർത്താവിന്റെ പാദം ചവിട്ടുന്നതും ഒലിവ് മല രണ്ടായിട്ട് പിളരുന്നതും അതിന്റെ ഇടയ്ക്കാണ് ഈ സൈന്യം മുഴുവനും വരുന്നതും. ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് തന്റെ വായിലെ ശ്വാസത്താൽ ഇവരെ മുഴുവനും ഒടുക്കിക്കളയും. ആ സ്ഥലത്തിന് പറയുന്ന ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, വാർ ഓഫ് അർമഗദോൻ. അർമഗദോൻ യുദ്ധം എന്ന് പറയുന്നില്ല. കർത്താവ് വന്ന് ഇവരെ രണ്ടുപേരുമായിട്ട് യുദ്ധം ചെയ്ത് അവിടുത്തെ സൈന്യത്തെ മുഴുവനും തൻ്റെ വായിലെ ശ്വാസത്താൽ തകർത്ത് സൈന്യത്തെ മുഴുവനും, ജനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ലോകത്തിൽ, സൈന്യത്തെ 20 കോടിയോളം പട്ടാളം അവിടെ വരും. ലോകത്തിലെ പട്ടാളം അവരെ നശിപ്പിക്കുന്ന കാര്യമാണ്, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമില്ല. 20 കോടി ലോകം മുഴുവനും നിറച്ച് ജനങ്ങളുണ്ട്. പക്ഷെ 20 കോടി പട്ടാളം അവരെ മുഴുവനും അവിടെ കൊന്നിടും. ആകാശത്തിലെ പക്ഷികൾ വന്ന് എന്ത് ചെയ്യും? പക്ഷികളിപ്പോൾ ഇത്രയും പക്ഷി എവിടെയാണെന്ന് നമ്മൾ ചോദിക്കും. എവിടെ ഇത്രയും പക്ഷി? കാടപ്പക്ഷിയെ വിട്ട ആളിനെ അറിയത്തില്ലേ? മരുഭൂമി കാടപ്പക്ഷിയെ വിട്ടത്. കർത്താവിന് പക്ഷി ഉണ്ടാക്കാൻ എത്ര നേരം? ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ്. എവിടെയാ? മോശയ്ക്ക് കൊടുത്തില്ലേ? മരുഭൂമി ഉണ്ടാകട്ടെന്ന് പറഞ്ഞാൽ ഇനിയുണ്ടാവും, എല്ലാം കൂടെ വന്നിട്ട് തിന്നേച്ചു പോകും. എപ്പോൾ പക്ഷി വന്നെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ഇന്ത്യ മുഴുവൻ പക്ഷിയുണ്ടെന്ന് അറിയട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പം ഈ പക്ഷികളെയെല്ലാം കൂട്ടുകൊണ്ട് അതിന് തീറ്റി കൊടുക്കും. അതുങ്ങൾ വന്നുവെച്ചാൽ അതുങ്ങളുടെ ശരീരമെല്ലാം തിന്നും. പേടിക്കണ്ട, അവിടെ കിടന്ന് നാറുമെന്ന് ഓർത്ത് പേടിക്കണ്ട. അത്രയും പക്ഷിയെ ദൈവം വിട്ടുള്ളൂ. കാരണം നമുക്കറിയാം മോശയ്ക്ക് വേണ്ടിയിട്ട് പക്ഷിയെ വിട്ട ആളാണ്, ഇല്ലേ? എണ്ണിയാൽ തീരാത്ത കണക്ക് കോടിക്കണക്കിന് പക്ഷിയെ വിട്ടിട്ട് 35 ലക്ഷം ജനങ്ങൾ ഒരാൾ 3 കിലോ വീതം പൊക്കുന്നതാണ്. ഞാൻ കണക്കെടുത്തപ്പോൾ കണ്ടത് അങ്ങനെയാണ്. ഒരാൾ എത്ര കിലോ വീതം? അന്ന് പോയി പെറുക്കിയെടുത്ത കാടപ്പക്ഷിയുടെ കണക്കാണ്. 3 കിലോയോളം ഉണ്ട്, 2.5-3 കിലോയോളം ഉണ്ട് ഒരാൾ. കഴിക്കാൻ വേണ്ടി പെറുക്കിക്കൊണ്ട് പോയത്. അപ്പോൾ 35 ലക്ഷം ജനം എത്ര കിലോ കാണണം? എത്ര എണ്ണം വന്ന് കാണണം? ഇവിടെ പക്ഷികളെല്ലാം വരും ഇതിനകത്ത് തിന്നാനായിട്ട്.
പ്രൈസ് ദി ലോർഡ്. അടുത്ത 20-ാം അധ്യായം. എല്ലാവരും എഴുന്നേറ്റ് ഒരു ചായ ഒക്കെ കുടിച്ച് ഓടി വന്ന്